ഒരു ഗ്രൂപ്പ് ഡി ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴായിരിക്കും പ്രൊമോഷൻ കിട്ടുക? ഒരു ഗ്രൂപ്പ് ഡി ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള ഉയർന്ന തസ്തികകളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് എത്തിപ്പെടാനായിട്ട് പറ്റുക? എന്താണ് റെയിൽവേയുടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ? ഈ എക്സാമിനേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എന്താണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ? തുടങ്ങിയ വിശദമായിട്ട് റെയിൽവേയിലുള്ള എല്ലാ പ്രൊമോഷൻ സാധ്യതകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ മക്കളെ, ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയിൽ പ്രൊമോഷൻ കിട്ടാനായിട്ട് പ്രധാനമായിട്ട് 3 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളുടെ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് പരീക്ഷ എന്നറിയപ്പെടുന്ന LDC പരീക്ഷ. രണ്ടാമത്തേത് ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്ന GDC പരീക്ഷ. മൂന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സീനിയോറിറ്റി വെച്ച് കിട്ടും. ഇപ്പോൾ ഈ സീനിയോറിറ്റി വെച്ചുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരു ജോലിക്ക് കയറി, ഒരു സർക്കാർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് നമ്മുടെ സീനിയോറിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പ്രകാരം പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പോയിന്റ്സ് മാൻ ആയിട്ട് കയറിയെന്ന് വിചാരിക്കുക. നിങ്ങളൊരു പോയിന്റ്സ് മാൻ ആയിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2-3 വർഷത്തിനുള്ളിൽ ഗ്രേഡ് അപ്ഗ്രേഡ് ആവും. അതായത് ഇതിന് മുകളിലുള്ള ഗ്രേഡിലേക്കുള്ള പോസ്റ്റ്മാനിലേക്ക് എത്തും. അതിനുശേഷം എന്തായിരിക്കും, കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ സീനിയർ പോയിന്റ്സ്മാനിലേക്ക് എത്തും. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ വർഷങ്ങൾ കഴിയും തോറും നിങ്ങളുടെ സീനിയോറിറ്റി പ്രകാരം എന്താണ്, പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ഉയർന്ന തസ്തികകളിലേക്ക് പോകണം, അതും കുറച്ച് സമയത്തിനുള്ളിൽ പോകണം. ഈ പറയുന്ന ഇത്ര വർഷത്തെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ആ ഒരു പ്രൊമോഷൻ പീരീഡ് അല്ലാതെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഉയർന്ന തസ്തികകളിലേക്ക് പോകണമെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള 2 പരീക്ഷകളാണ് ഈ പറഞ്ഞ LDC പരീക്ഷയും GDC പരീക്ഷയും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് LDC ആൻഡ് GDC പരീക്ഷകളെന്ന്. 2 പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻ അതത് റെയിൽവേകളായിരിക്കും പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ശതമാനം വേക്കൻസി ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ LDC അല്ലെങ്കിൽ GDC പരീക്ഷകൾ വഴിയായിരിക്കും റെയിൽവേ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ മുഴുവനായിട്ടും അവർ അത് ഓപ്പൺ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന RRB പരീക്ഷയ്ക്ക് ആയിരിക്കില്ല വിടുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് LDC പരീക്ഷയും GDC പരീക്ഷയും റെയിൽവേ നടത്താറുണ്ട്. അപ്പോൾ ഈ LDC പരീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് പരീക്ഷ ആ പേരിൽ തന്നെയുണ്ട്. അതത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ ഓപ്പറേഷണൽ ഡിവിഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ പോയിന്റ്സ് മാൻ, സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയ ആൾക്കാരൊക്കെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡി പോസ്റ്റിൽ ആയിട്ടുള്ള ഒരു പോയിന്റ്സ് മാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ എഴുതി പാസ്സായിട്ടുള്ള ഒരു പോയിന്റ്സ് മാൻ തസ്തികയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പോയിന്റ്സ് മാൻ തസ്തികയിൽ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിലേക്ക് എത്തിപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു LDCയുടെ നോട്ടിഫിക്കേഷൻ സദേൺ റെയിൽവേ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിലേക്ക് LDC പരീക്ഷ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് മാൻ ആയിട്ട് കയറിയിരിക്കുന്ന വ്യക്തിക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ട്. കൂടാതെ തന്നെ ഇത്ര വർഷത്തെ സർവീസ് എലിജിബിലിറ്റി കൂടി പറയാറുണ്ട്. ഇപ്പോൾ ഏകദേശം LDC പരീക്ഷയ്ക്ക് മാത്രം പറഞ്ഞൊരു സംഭവമാണ് ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം സർവീസ് പൂർത്തിയാക്കിയിരിക്കണമെന്ന്. അപ്പോൾ ഒരു 3-5 വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ട് നമുക്കൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ, അതായത് സ്റ്റേഷൻ മാസ്റ്റർ ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട്. ഇത്ര വർഷത്തെ സർവീസ് കാലാവധിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് നമുക്ക് ഈ ലെവൽ 1, അതായത് ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാനിൽ ഇരുന്നു കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പരീക്ഷ എഴുതാനും പറ്റും. ഇപ്പോൾ ഇവിടെ പരീക്ഷയുടെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ RRB പരീക്ഷയ്ക്ക് നമ്മൾ എന്താണോ പഠിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്ക്, ഏകദേശം അത് തന്നെയാണ് ഈ പരീക്ഷയ്ക്കും വരുന്ന സ്റ്റേജസും കാര്യങ്ങളും എക്സാം പാറ്റേണും എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോമ്പറ്റീഷൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് 1.08 crore അത്രയും കോടി ആപ്ലിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെയായിരിക്കും ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. അവിടെയും കോമ്പറ്റീഷൻ ഹൈ തന്നെ ആയിരിക്കട്ടെ. എല്ലാവരും പറയും സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഓപ്പൺ കോമ്പറ്റീഷൻ്റെ അത്രയും ഉണ്ടാവില്ല, എന്നാലും അവിടെയും കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമുക്കപ്പോൾ ഗ്രൂപ്പ് ഡി പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള ഒരു ലെവൽ 6, അതായത് ലെവൽ 1-ൽ നിന്നും ലെവൽ 6 പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടി എവിടെ ഒരുക്കുന്നുണ്ട്, റെയിൽവേ ഇത്തരം പരീക്ഷകൾ വഴി ഒരുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ
NTPC, അതായത് നോൺ ടെക്നിക്കൽ കാറ്റഗറി പോസ്റ്റിലേക്ക് മാത്രമല്ല, നമുക്ക് ടെക്നിക്കൽ പോസ്റ്റിലേക്ക് വേണമെങ്കിലും എന്താണ് ഇതേ മാനദണ്ഡം ഉപയോഗിച്ച് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളുടെ ഈ കാണുന്നത് സദേൺ റെയിൽവേ 2025 പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ എഞ്ചിനീയർ തസ്തിക, നമുക്കറിയാവുന്ന പോലെ തന്നെ ലെവൽ 6 വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ലെവൽ 6 ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നടത്തുന്ന LDCE പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റാഫ് ഷുഡ് ബി ഫ്രം ദി കാറ്റഗറി ഓഫ് സ്കിൽഡ് ഗ്രേഡ്സ് ഇൻ ദി വർക്ക് ബ്രാഞ്ച് ആൻഡ് ആർട്ടിഷൻ അല്ലെങ്കിൽ ഹെൽപ്പർ ഇൻ ലെവൽ 1 വർക്കിംഗ് ഇൻ ദി വർക്ക് സ്കേഡേഴ്സ് ഹാവിംഗ് എക്സ്പീരിയൻസ് ഓഫ് 3 years ആസ് ഓൺ ഡേറ്റ് ഓഫ് ദിസ് നോട്ടിഫിക്കേഷൻ. ഒന്നുമില്ല, ലെവൽ 1 ഇരിക്കുന്ന ഒരു എംപ്ലോയി 3 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റ് ലെവൽ എക്സാമിനേഷൻ വഴി ഇപ്പോൾ നമുക്കൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണെന്ന് വിചാരിക്കുക, ഞാൻ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടി എവിടെ ഒരുക്കുന്നുണ്ട്? റെയിൽവേ ഒരുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേഷൻ മാസ്റ്ററുടെ നോട്ടിഫിക്കേഷൻ ആണ്. സ്റ്റേഷൻ മാസ്റ്ററുടെ നോട്ടിഫിക്കേഷൻ എഗെയിൻ ഒരു LDCE പരീക്ഷ നോട്ടിഫിക്കേഷൻ ആണ്. ഇവിടെയും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? 45 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ഏകദേശം ഒരു ലെവൽ 1 കാറ്റഗറിയിൽ ഒരു 45 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള 5 വർഷം സർവീസ് പൂർത്തിയാക്കിയ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്? ഈ പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെവൽ 1 പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നുണ്ട്. ഇനി നമ്മൾ GDCE പരീക്ഷയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി വലിയൊരു പരീക്ഷയാണ്. അതായത് ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് പരീക്ഷയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു പോയിന്റ്സ് മാൻ ആയിട്ട് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ബിടെക് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജൂനിയർ എഞ്ചിനീയർ, അതായത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരെ എക്സാമിനേഷൻ എഴുതി കയറാനുള്ള ഒരു അവസരം എവിടെ ഒരുക്കുന്നുണ്ട്? GDCE പരീക്ഷ ഒരുക്കുന്നുണ്ട്. അപ്പോൾ LDCE നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് അകത്ത് തന്നെ എക്സാം എഴുതാൻ പറ്റുമെന്നാണെങ്കിൽ GDCE പരീക്ഷ പ്രകാരം നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടിയ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ, അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ആകെ കൂടി പറയുന്ന ഒരു ക്രൈറ്റീരിയ നിങ്ങൾ റെയിൽവേ എംപ്ലോയി ആയിരിക്കണമെന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, LDCE പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങൾ ഇത്ര വർഷം പൂർത്തിയാക്കിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ GDCE പരീക്ഷയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണോ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി കയറുന്നത്, അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി 1-ാം തീയതി ജോലിക്ക് കയറി 3-ാം തീയതി നോട്ടിഫിക്കേഷൻ വരികയാണ്, GDCE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3-ാം തീയതി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ഇത്ര വർഷം പൂർത്തിയാക്കണം അല്ലെങ്കിൽ ഇത്ര സർവീസ് കണ്ടീഷൻ ഉണ്ട്, അതൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് GDCE പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ സർവീസ് കണ്ടീഷൻ ഒന്നുമില്ലാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആകെ കൂടിയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ പോയിന്റ്സ് മാൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയോ ഡിഗ്രിയോ ബിടെക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് GDCE പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അത്രേ പറയുന്നുള്ളൂ മാനദണ്ഡം. നിങ്ങൾ ക്വാളിഫൈഡ് ആണോ, നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് പറ്റും. ഇവിടെ സർവീസ് കണ്ടീഷൻസ് ഇല്ല, GDCE പരീക്ഷയ്ക്ക് സർവീസ് കണ്ടീഷൻസ് ഇല്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സദേൺ റെയിൽവേ GDCEയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ റെയിൽവേയുടെ അണ്ടറിലുള്ള എല്ലാ ഡിവിഷനിലേക്കുള്ള ആളുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു കോമ്പറ്റീഷന്റെ ആ ഒരു വലിപ്പം കൂടുതലായിരിക്കും. ഇപ്പോൾ LDCE എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓപ്പറേഷൻസ് വിങ് അല്ലെങ്കിൽ ഏതാണോ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണെങ്കിൽ, GDCE ആകുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നടത്തുന്ന ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയാണ് GDCE പരീക്ഷ. ഇതിന്റെയും ഏജ് ലിമിറ്റ് അതത് തസ്തികകൾ അഥവാ പോസ്റ്റ് അനുസരിച്ച് RRB നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഇവിടെയും അഗെയിൻ RRBയുടെ സെയിം എക്സാമിനേഷൻ പാറ്റേൺ തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ നമുക്കൊരു അവസരമുണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിയുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ സദേൺ റെയിൽവേയുടെ ഒരു GDCE നോട്ടിഫിക്കേഷൻ ആണ്. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3, ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നിങ്ങനെ ഒരുപാട് പോസ്റ്റിലേക്ക് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു GDCEയുടെ നോട്ടിഫിക്കേഷൻ ആണ്. 2023 പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സർവീസ് കണ്ടീഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് ഓൾ റെഗുലർ എംപ്ലോയീസ് പൊസസിംഗ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വർക്കിംഗ് ഇൻ ഗ്രേഡ്സ് ലോവർ ദാൻ ദി ഗ്രേഡ്സ് അല്ലെങ്കിൽ പേ സ്കെയിൽ ഫോർ വിച്ച് GDCE is being conducted are eligible to appear in the GDCE selection for all categories. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ GDCE പരീക്ഷ നടത്തുന്നത് ഏത് കാറ്റഗറിയിലേക്കാണോ അതിനേക്കാൾ താഴെയുള്ള കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു എംപ്ലോയിക്കും ഈ പറഞ്ഞൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരേ ലെവലിൽ തന്നെയുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതൊരു സേഫ്റ്റി നോൺ സേഫ്റ്റി അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണമെന്നില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ
ഏതെങ്കിലും ഒരു ലോവർ ഗ്രേഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹയർ ഗ്രേഡിലേക്ക് വരുന്ന ഈ പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, GDC നോട്ടിഫിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ LDC, GDC എന്നീ 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് വഴിയാണ് നമുക്ക് റെയിൽവേയിൽ പ്രൊമോഷൻ സാധ്യതകൾ ഉള്ളത്. ഇനി മക്കളെ, നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ 21-ാം തീയതി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഗ്രൂപ്പ് ഡി മര്യാദയ്ക്ക് എഴുതാൻ പറ്റാതെ പോയവർക്കും ഇനി അങ്ങോട്ടേക്കുള്ള ഗ്രൂപ്പ് ഡി പരീക്ഷ ഒരു സുവർണ്ണ അവസരമായി കണ്ട് പഠിക്കാൻ ആരംഭിച്ചവർക്കും പറ്റിയ ഒരു കിഡിലൻ ബാച്ചാണ് സൂപ്പർ നോട്ട്സിന്റെ RRB ഗ്രൂപ്പ് ഡി ബാച്ച്. മക്കളെ, ഇവിടെ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഡയറക്റ്റ് ഗൈഡൻസിന്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജി സെഷൻസ് ഉണ്ടാവും, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാവും. കൂടാതെ ക്ലാസ്സസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും. കൂടാതെ നോട്ടുകൾ പക്ക പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രോപ്പർ നോട്ടുകളാണ്. PPT പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല തരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പക്ക പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഡയറക്ട്ലി ടീച്ചറിന്റെ ഗൈഡൻസ് ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, ലൈവ് PYQ സീരീസ് ഉണ്ടാവും. ഒരുപാട് അഡ്വാൻറ്റേജസ് ഒരുക്കുന്ന ഒരു ബാച്ചാണ് RRBയുടെ ഗ്രൂപ്പ് ഡി ബാച്ച്. കൂടാതെ നമുക്കൊരു NTPCക്ക് വേണ്ടിയിട്ട് ഒരു തേജസ് ബാച്ച് കൂടി ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബാച്ചുകളുടെ എല്ലാം പ്രത്യേകതകൾ സെയിം ആണ്. നമ്മളൊക്കെ തന്നെയായിരിക്കും ക്ലാസ്സസ് എടുക്കാനായിട്ട് പോകുന്നത്. ഡയറക്ട്ലി നമ്മളുടെ മെന്റർഷിപ്പിന്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് നോർമൽ മെന്റർഷിപ്പും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് വീക്കിലി പ്രോപ്പർ 1-on-1 മെന്റർഷിപ്പ് സെഷനും കൂടാതെ തന്നെ ഗ്രൂപ്പ് ആയിട്ടുള്ള മെന്റർഷിപ്പ് സെഷനും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ മക്കളെ, അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക കേട്ടോ. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കല്ലേ നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിച്ചോളുക. നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. അതല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഞങ്ങളുടെ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈവ് ക്ലാസ് റെക്കോർഡഡ് ക്ലാസിന്റെ റെക്കോർഡിങ്ങും കൂടാതെ നമ്മുടെ നോട്ടെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ബാച്ചിൽ എൻ്റർ ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കും NTPC പരീക്ഷയ്ക്കും എത്രമാത്രം സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ബാച്ചിൽ നിന്ന് CBT 1 and 2 ഇപ്പോൾ ക്രാക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട്സിനും നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ആ ഒരു യൂട്യൂബിന്റെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അതിൽ കറണ്ട് അഫയറിന്റെ പോളുകൾ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഒരുപാട് ഷോർട്ട് നോട്ട്സും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിക്കോളും. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഗ്രൂപ്പ് ഡി നല്ലൊരു അവസരമാണ്, മിസ്സാക്കരുത്. നമ്മൾ 10th ലെവൽ എക്സാമിനേഷൻ ആണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് കാണല്ലേ, നല്ലൊരു അടിപൊളി അവസരമാണ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.